കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരി ചെന്നൈയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് സംഘം അവിടേക്ക് പോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേർന്നു. വിജയകുമാർ, നമ്മുടെ ഒട്ടേറെ പ്രേക്ഷകരടക്കം കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട്, കുട്ടി എങ്ങനെ അവിടെ വരെ എത്തി? കാരണം ഈ TTR ഒന്നും ഇല്ലേ ട്രെയിനിൽ? മറ്റൊന്ന് 40 രൂപയല്ലേ കുട്ടിയുടെ കയ്യിലുള്ളൂ, എങ്ങനെ എത്തി? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ടല്ലോ വിജയകുമാർ. ഇപ്പോൾ ഈ ചെന്നൈയിൽ കുട്ടി എത്തി എന്ന് പറയുമ്പോൾ ഉന്മേഷ്, രാവിലെ 6:33 ഈ ട്രെയിൻ ചെന്നൈ എഗ്മോറിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആ കുട്ടി എത്തി എന്നതിന് CCTV ഫുട്ടേജും പുറത്തു വന്നു കഴിഞ്ഞു. അതിനുശേഷം എന്തു സംഭവിച്ചു എന്നതിലാണ് ഇനിയൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. രണ്ട് സാധ്യതയാണുള്ളത്. ആ കുട്ടി അതിൻ്റെ നാടായ അസമിലേക്ക്, ഗുവാഹത്തിയിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. സഹോദരനുള്ള ബംഗളൂരുവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് സാധ്യതയാണ് ഉള്ളത്. ഇതിൽ സഹോദരൻ പറയുന്നത് ഈ കുട്ടിയുമായി ഈ ദിവസങ്ങളിലൊന്നും ഫോണിൽ സംസാരിച്ചില്ല, അയാൾ എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും കുട്ടിക്ക് അറിയില്ല എന്ന് സഹോദരൻ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. പിന്നീടുള്ളത് ഇതിൻ്റെ നാടായ ഗുവാഹത്തിയിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഈ കുട്ടി എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ചെന്നൈയിൽ നിന്നൊരു ട്രെയിൻ ഗുവാഹത്തിയിലേക്ക് പോയിട്ടുള്ളത്. അത് അത് വെള്ളിയാഴ്ച ഗുവാഹത്തിയിൽ എത്തേണ്ടതാണ്. പക്ഷേ ആ ട്രെയിനിൽ ഈ കുട്ടിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നീട് മറ്റൊരു ട്രെയിൻ ഉള്ളത് അരോണി എക്സ്പ്രസ് ആണ്. അത് പക്ഷേ ഈ എഗ്മോർ എന്ന് പറയുന്ന ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ നിന്നല്ല പുറപ്പെടുന്നത്, അത് പെരുമ്പഴൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതിൽ ഈ കുട്ടി കയറാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. പക്ഷേ ആ ട്രെയിന് 9:15 ആ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത്. ഈ എഗ്മോറിൽ ഇറങ്ങിയ കുട്ടി ഈ സ്റ്റേഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അവിടെ ചെന്നൈ എഗ്മോറിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അരോണ എക്സ്പ്രസ് പുറപ്പെടുന്ന സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ആന്ധ്ര, തെലങ്കാന മേഖല, ഇപ്പോൾ വിജയവാഡയൊക്കെ കഴിഞ്ഞ് ആ ട്രെയിൻ പോകുന്നു എന്നാണ് ഈ റെയിൽവേ സ്റ്റാറ്റസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അത് ഗുവാഹത്തി ലക്ഷ്യമാക്കി ആ കുട്ടി യാത്ര തിരിച്ചു, അല്ലെങ്കിൽ യാത്ര പോകുന്നു എന്ന് വേണം കരുതാൻ. നമ്മൾ ഈ കുട്ടിയുടെ യാത്ര ഇതുവരെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നില്ല, തുടർച്ചയായി യാത്ര ചെയ്യുന്നു എന്നതാണ് കാണുന്നത്. അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 13 വയസ്സുള്ള കുട്ടിയാണ്. നമ്മളെ സംബന്ധിച്ച്, നമ്മളുടെ അറിവിൽ അതിന് ഈ സ്ഥലം ലോകപരിചയം തീരെ കുറവാണ്. അത് തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ വന്നിട്ട് 20 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. കുട്ടി അസമിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, അങ്ങനെ ഒരു യാത്രാ പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു കുട്ടി ഇത്തരമൊരു പ്ലാൻഡായ ഒരു യാത്ര നടത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങൾ ഉയരില്ലേ വിജയകുമാർ? ഉറപ്പായും ഉന്മേഷ സംശയം ഉയരുന്നു. പക്ഷേ അത് വസ്തുതയാണ്. അത് ഏതാണ്ട് പ്ലാൻഡായ യാത്രയാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംശയം ബലപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ആ കുട്ടി കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വരെ എത്തിയെന്നത് ഇപ്പോൾ ഉറപ്പാണ്. അതിൽ തർക്കമില്ല. കാരണം ഈ സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ആ കുട്ടിയുടെ CCTV ഫുട്ടേജ് ലഭിച്ചിട്ടുണ്ട്. അത് പലതും പുറത്തു വന്നിട്ടുമുണ്ട്. ചെന്നൈയിൽ രാവിലെ 6:33 എത്തിയ ശേഷമുള്ള CCTV ദൃശ്യങ്ങളും അതും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് എങ്ങോട്ടേക്ക്? അപ്പോൾ അതാണ് പറയുന്നത്, വെറുതെ ചെന്നൈയിലേക്ക് പോയതല്ല. ആ കുട്ടിക്ക്, 13 വയസ്സുള്ള കുട്ടിക്ക് ഒരു യാത്രാ ലക്ഷ്യമുണ്ട്. അത് വെറുതെ അങ്ങനെ പോവുകയല്ല. വീട്ടിൽ പിണങ്ങി പോകുന്നു എന്ന് പറയുമ്പോഴും അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അതിൻ്റെ നാടായ ഗുവാഹത്തി ആവാനുള്ള സാധ്യത, അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുതന്നെയാണ് ചെന്നൈയിലേക്ക് പോകാനുള്ള കാരണം എന്ന് വേണമെങ്കിൽ കരുതാം. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് ആ ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തുടരുന്നുണ്ടോ എന്നറിയില്ല. കേരള പോലീസ് അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയകുമാർ, ഈ ഷഫീദ് ഇപ്പോൾ ഒരു വിവരം അറിയിക്കുന്ന വിജയവാഡയിൽ അന്വേഷണം, അതിനുള്ള നീക്കമുണ്ട്, ആന്ധ്ര പോലീസിനോട് സഹായം തേടി എന്നുള്ളത്. അപ്പോൾ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പോലീസ് എന്നല്ലേ? അത് വിജയവാഡ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉന്മേഷ്, വിജയവാഡ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രെയിൻ ആ ട്രെയിൻ അവിടെ വിജയവാഡ വഴി ഇപ്പോൾ ഓടുന്നുണ്ട്. വിജയവാഡ ആയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും ഒടുവിലെത്തിയ സ്റ്റേഷൻ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ RPFൻ്റെ സഹായം ഇപ്പോൾ ഇതിൽ ആ ട്രെയിനിൽ ഉണ്ടെങ്കിൽ RPFൻ്റെ സഹായത്തോടെ കുട്ടിയെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയവാഡ ഭാഗത്തുകൂടിയാണ് ആ ട്രെയിൻ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ ഉള്ള പരിശോധന പ്രധാനപ്പെട്ടതാണ്. ആ ട്രെയിൻ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അരോണ എക്സ്പ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെയിൽവേയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അരോണ എക്സ്പ്രസ് ആണ് കാണുന്നത്. അരോണ എക്സ്പ്രസ്സിൽ ആ കുട്ടിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വിജയവാഡ ഭാഗത്തു കൂടിയാണ് ഓടുന്നത്. അത് രാവിലെ ഏതാണ്ട് 9:15 ആ ട്രെയിൻ പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് വേറൊരു സ്റ്റേഷനാണ്, ചെന്നൈ എഗ്മോർ അല്ല അത്. പക്ഷേ ചെന്നൈക്ക് അടുത്ത് തന്നെയുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് അത്. 9:15 ആ ട്രെയിൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് മറ്റന്നാളാണ് അവിടെ എത്തേണ്ടത്, ഗുവാഹത്തിയിൽ എത്തേണ്ടത് മറ്റന്നാളാണ്. 4:58 മറ്റന്നാൾ വെളുപ്പിന് 4:58 ഗുവാഹത്തിയിൽ എത്തേണ്ടതാണ് ആ ട്രെയിൻ. അരോണ എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ നിലവിൽ ഈ പറയുന്ന വിജയവാഡ മേഖലയിലൂടെയാണ് ഓടുന്നത്. പക്ഷേ നമുക്ക് ഉറപ്പില്ല
ആ ട്രെയിനിൽ ആ കുട്ടി കയറിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം എഗ്മോറിലല്ല ആ ട്രെയിൻ എടുത്തിരിക്കുന്ന, മറ്റൊരു സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ അത് എഗ്മോർ വഴി പോയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ എഗ്മോറിൽ നിന്ന് മറ്റേ സ്റ്റേഷനിലേക്ക് ആ കുട്ടിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചെന്നൈ എഗ്മോറിൽ നിന്നുള്ള CCTV ഫുട്ടേജുകൾ വളരെ വിലപ്പെട്ട തെളിവായി നമ്മൾക്ക് മുന്നിൽ ഉണ്ടാകും, അത് അവശേഷിക്കുകയും ചെയ്യും. പക്ഷേ ഇതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കേരള പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞാലേ ഒരുപക്ഷെ അതിൽ കുറെ കൂടി ക്ലാരിറ്റി വരൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിൻ്റെ വലിയ സഹായം കിട്ടേണ്ടതുണ്ട്. അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. തമിഴ്നാട് പോലീസിൻ്റെയും റെയിൽവേ RPF-ൻ്റെയും ഒക്കെ സഹായം കിട്ടാൻ നിലവിൽ പ്രയാസമുണ്ടാകില്ല. എന്തായാലും അതൊരു ദുരൂഹമായ യാത്ര.